അസ്സലാമു അലൈക്കും. എന്താക്കുന്നു എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇന്ന് ഉസ്താദിന് ചോറുള്ള നാൾ ഞങ്ങൾക്ക്. അപ്പോൾ കാലത്തണിച്ചിട്ട് ഞാൻ പിന്നെ കലത്തപ്പത്തിന് അരക്കുന്നുണ്ട്, ദോശക്ക് അരക്കുന്നുണ്ട്. അപ്പോൾ കാലത്തുണ്ട്, ഉച്ചക്കുണ്ട്, വൈകിട്ടുണ്ട്, ഉണ്ട് 4 നേരവും 6 ഉസ്താദന്മാർ. ഉച്ചക്ക് മാത്രം 3 എന്ന് ചെലീന്. അങ്ങനെ ഞാൻ കലത്തപ്പത്തിന് അരച്ചിട്ട് എടുത്തിട്ടായിട്ട് മുട്ട കറിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഇതെല്ലാം ചുള്ളി കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് മുട്ട എല്ലാം ബീത്തിയിട്ട് കൊടുത്ത് 6 ഉസ്താണ്ടത് 6 ആൾക്ക്. പിന്നെ ദോശക്ക് അരച്ചിട്ട് ഇത് ദോശക്ക് അരച്ചിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഉസ്താദ് ഉണ്ടാകുമ്പോൾ എന്നെ തിരക്ക ഞാൻ ഒറ്റക്ക് എല്ലാം ആക്കിയിട്ട് കൊടുത്തത് 6 ആൾക്ക്. എന്നെ സമ്മതിക്കണമല്ലേ. അപ്പോൾ പിന്നെ എന്നിട്ട് ഈ മുട്ടക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിട്ട് കൊടുത്ത് ഇത് അരി കുറേ പോത്തിനാഞ്ഞി പേടിയാന്നല്ലോ ഉസ്താദിന് തേയാതായി പോണ്ടായിട്ട്. അപ്പോൾ ഇത്ര ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ഉസ്താദിന് പച്ചക്കറി വേണമെന്നല്ലിന്. അങ്ങനെ ഞാൻ കടലക്കറി ആക്കിയിട്ട് കൊടുക്കാലത്ത് കടല രാവ് പോത്തിയിട്ടുണ്ടായി. രാവ് പോത്തിയിട്ട് ഇപ്പോൾ വേവിച്ചിട്ട് എടുത്ത് അങ്ങനെ കടലക്കറിയും മുട്ടക്കറിയും ആക്കിയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇവിടെ കലത്തപ്പം ചുടുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഫ്രൈ പാൻ തന്നെ എടുത്തിന്. ഇത് ഉസ്താദന്മാർക്ക് കുറച്ച് വലുത് തന്നെ ആക്കിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽക്ക് എണ്ണ കുറേ കൂട്ടണോ. എണ്ണ കൂട്ടിയിട്ടായിട്ട് നല്ല കാഞ്ഞിട്ടാകുമ്പോൾ ഉള്ളി ഇട്ടിട്ട് കൊടുത്ത് ഉള്ളിയെല്ലാം നല്ല കാഞ്ഞിട്ട് വരുമ്പോൾ വിട്ടൊഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ കായട്ടെ. അങ്ങനെ ഇല്ല ദോശ ചുടുന്നുണ്ട്. ഞാൻ വീത്തുന്ന സ്റ്റൈലൊന്ന് വേറെ തന്നെ നോക്കിക്കോ. നിങ്ങളെല്ലാം വീത്തുന്ന പോലെ ഒന്നും അല്ല. ഞാൻ വീത്തുന്ന ഒരു വേറെ തന്നെ. നമുക്ക് അങ്ങനെ വീത്താൻ അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ വീത്തല്. അപ്പോൾ നിങ്ങളെല്ലാം എങ്ങനെ ദോശ ചുടുന്നതെന്ന് കമൻ്റ് ആക്കവേ. അപ്പോൾ ഞാനിത് പച്ചരിയും വെറും പച്ചരി മാത്രം അരിച്ചിന്. തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങയിലോട്ട് പറ്റിയിട്ട് അളുന്നേ ഇല്ല. അങ്ങനെ ഞാൻ വെറും പച്ചരി തന്നെ അരച്ചിനത്. അപ്പോൾ നല്ല ദോശ ആയിട്ട് കിട്ടും നമുക്ക്. ദോശ എല്ലാം ചുട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കലത്തപ്പം റെഡിയായിന്, ദോശയും റെഡിയായി. ഇനി ഉസ്താദിന് നമുക്ക് കൊടുക്കാം. 2 ഉസ്താദിന് പാല് വിറ്റിയ ചപ്പച്ചായയും 4 ഉസ്താദിന് പഞ്ചാരട്ട കട്ടൻ ചായയും അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 ഇത് കൊണ്ടുവന്നിന് ചായ വിറ്റുന്നത് 2. പിന്നെ ഇതിൽ അപ്പമെല്ലാം ഇട്ടിട്ട് കൊടുക്കാൻ. അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇടുന്നൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ട് അയാൾ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ അയാൾ കൊണ്ടുപോയി. അപ്പോൾ ആ ചായയും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ചായ പൊടിയും ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ചോറ് വെച്ചിന്. ഞാൻ അടുപ്പിൽ തന്നെ ചോറ് വെച്ചിന്. മണീൻ്റെ അട്ടിയിൽ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീനെല്ലാം ഫ്രിഡ്ജിലുണ്ടാഞ്ഞ് അതിനെല്ലാം ഞാൻ വെള്ളത്തിലിടുന്നുണ്ട്. ചാറാക്കാൻ വേണ്ടിയിട്ട് മാഞ്ചി എടുത്തിന്. കാച്ചാൻ ആക്കൂറ എടുത്തിന്. എല്ലാം ഇന്നലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായി. വെറുതെ മുന്നേ തന്നെ കൊണ്ടുവച്ചിന്. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായി. അതിനെല്ലാം ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിടുന്നുണ്ട്. പിന്നെ അതപ്പുറം മാറ്റിയിട്ട് വെച്ച്. ഇനി ഇറച്ചിയും എല്ലാം രാവിലെ തന്നെ ഇറച്ചിൻ്റെ എല്ലാം പണിയെല്ലാം എടുത്തെങ്കിൽ ബയ്യ ചാറാക്കിയാൽ മതിയല്ലേ നമുക്ക്. മഞ്ഞൾ തണ്ണി ആക്കിയിട്ട് വെക്കാനായിട്ട്. അങ്ങനെ ഇത് ആട്ടിറച്ചി 1 കിലോ ആട്ടിറച്ചി. പിന്നെ ഇത് ആട്ടിൻ്റെ തല ബൊണ്ട് തല എല്ലാം ഒന്നിച്ചിട്ടുള്ളത്. ആ ബൊണ്ട് മാത്രമുള്ളതല്ല. അങ്ങനെ ഞാൻ മീനിൻ്റെ കറിക്ക് അരക്കാനിടുന്നുണ്ട്. മീനിൻ്റെ കറിക്കെല്ലാം അരക്കാനിടുന്നുണ്ട്. ഭയങ്കര തിരക്ക്. ഇപ്പുറത്തെ ഞാൻ കൊമ്പിൻ്റെ കറി വെക്കാനായിട്ട് കൊമ്പ് കൊടുന്ന് കൊമ്പും കറി വെക്കാൻ ഉള്ളിയെല്ലാം ഇടുന്നുണ്ട്. കറിച്ചപ്പെല്ലാം ഇട്ട് എല്ലാം ഇട്ടിട്ടായിട്ട് കൊമ്പ് ഇട്ട് കൊടുക്കാം. കൊമ്പെല്ലാം ഇട്ട ശേഷം
ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് എന്താ ഈ നീളത്തിൽ മുറിച്ചിന് മുളക് നീളത്തിൽ മുറിച്ചിന്. ആകുമ്പോൾ കൊമ്പിനെ പോലെ തന്നെ മുറിച്ചെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്നല്ലേ അതിൽ. അതിന് പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ അത് കടിച്ചിട്ട് പിന്നെ അരിഞ്ഞിട്ട് കയ്യല്ല. അങ്ങനെ ഞാൻ ഈ നീളത്തിൽ തന്നെ മുറിച്ചിട്ടിട്ടിനെ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് ഇതിൻ്റെ മീനിൻ്റെ ഐസെല്ലാം പോയിട്ട് ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയാക്കുന്നുണ്ട്. ഇതിനെല്ലാം മുളെല്ലാം പെരക്കിയിട്ട് വെക്കണ്ടേ, ഇതിനെല്ലാം കൈയിട്ടെടുക്കണം. അപ്പോൾ അതവിടെ മാറ്റിയിട്ട് വെച്ചിട്ടായിട്ട് ഇപ്പോൾ ഈ കൊമ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തളിച്ചിട്ട് വന്നിന് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടായിട്ട് കുറച്ച് ഇളക്കിയിട്ടായിട്ട് മൂടിയിട്ട് വെക്കാം. ഇതൊക്കെ കല്ലിൽ അരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എല്ലാം ഇട്ടിട്ട് ചെള്ളിയിട്ടായിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ടാകുമ്പോൾ ഇത് റെഡിയായി. അങ്ങനെ കൊമ്പിൻ്റെ കറി റെഡിയായി. ഇനി മീൻ കാച്ചാൻ വേണ്ടിയിട്ട് മുളകെല്ലാം പെരക്കിയിട്ടൊക്കെ ഉണ്ടേ. അതിന് 2 സ്പൂൺ മുളക് ഇട്ടിന്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, എല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് പിന്നെ പുളീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിന്. പുളീൻ്റെ വെള്ളത്തിൽ ചെറുപുളി വേണമെങ്കിൽ പുളീൻ്റെ വെള്ളം വേണം. ഞാൻ പുളീൻ്റെ വെള്ളം ഇട്ടേ. എന്നിട്ടെല്ലാം മിക്സാക്കി കൊടുക്കുന്നു. ഇത് ഉപ്പ്, മുളക്, പുളി ഇതെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിന്. ഇനി നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാം. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് കാഞ്ഞിട്ട് വരുമ്പോൾ ഇത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മുളക് ഇട്ട് കൊടുക്കാം. മുളകെല്ലാം മിക്സാക്കിയിട്ട് ഇറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇറച്ചെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ടായിട്ട് ഒരു 5 വിസിൽ ആന്നോളം ഈ എൻ്റെ കുക്കറിൽ ഇപ്പോൾ ഒരു 5 വിസിലാകുമ്പോൾ തന്നെ വേകുന്നു. നിങ്ങളെല്ലാം കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനൊരു 5 വിസിലാക്കീന്. പിന്നെ അങ്ങനെ മീനിൻ്റെ കറിക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടായിട്ട് ഇപ്പോൾ കറിയെല്ലാം തളിച്ചിട്ട് വന്നേ. എല്ലാം ഫാസ്റ്റ് ആക്കിയിട്ട് കാണിച്ചു ഞാൻ. മീനെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ കറിയും റെഡിയായി. ഇനി മീൻ കാച്ചാം നമുക്ക്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് വെള്ളുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് കൊടുത്തിന് ഞാൻ. അതിൻ്റെ മുകളിലേക്ക് മീനെല്ലാം വെച്ചിട്ട് കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറില്ലേ മീനിലേക്ക് പൊടിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും. അപ്പോൾ ഒരു സൈഡ് റെഡിയായിന്. ഇനി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ അതും റെഡിയായി. പിന്നെ ആട്ടിൻ്റെ ബൊണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി എടുത്തിന്. മണ്ണിൻ്റെ ചട്ടിയിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടായിട്ട് കറിവേപ്പില, പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇളക്കിയിട്ട് കുറച്ച് മൂത്തിട്ട് വരുമ്പോൾ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിട്ട് മുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മട്ടൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് കൊടുക്കണം. എല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് ഇനി ഇത് തിളക്കുമ്പോൾ നമുക്ക് തല ഇട്ട് കൊടുക്കാം.
മുളെല്ലാം ഇട്ടിട്ടായിട്ട് ഇനി തിളക്കുമ്പോൾ തല ഇട്ട് കൊടുക്കാം. ആട്ടിൻ്റെ തല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുളെല്ലാം ആ തലക്ക് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂട്ടി കൊടുക്കാം. ഇത് ബാനുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തെങ്കിൽ മതി. ഇപ്പോൾ ഇതാ ഫ്രൈ റെഡി ആയിന്. ഇപ്പം നമ്മളെ ഇറച്ചിയും വെന്തിട്ട് വന്നിന്. 5 വിസിലാകുമ്പോൾ ഇറച്ചിയും വന്നിന്. പിന്നെ ഇപ്പോൾ നമ്മൾ ആട്ടിൻ്റെ ബൊണ്ട് അവിടെ ഗ്യാസിലല്ലേ വെച്ചിന്. ലാസ്റ്റ് ഞാൻ എന്താക്കി, ചോറ് വെച്ച അടുപ്പ് ഉണ്ടായി, അതിൽ തീയെല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ അടുപ്പിൽ കൊണ്ടുപോയിട്ട് വെച്ച് അത് അവിടെ പറ്റിയിട്ട് നല്ല വെന്തിട്ട് വരും. അപ്പോൾ അവിടെ അടുപ്പിൽ വെച്ചിന്. പിന്നെ നമുക്ക് ഇറച്ചി ചാറാക്കണ്ടേ, ചാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്തിന്. 2 തേങ്ങ നല്ല പാങ്ങല വറുത്തിട്ട് അരച്ചിട്ട് എടുത്തിന്. അരച്ചിട്ട് എടുത്തിട്ടായിട്ട് ഇനി ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞത്തണി വേണമെങ്കിൽ എടുത്തിട്ട് വെക്കാം, ഇല്ലെങ്കിൽ എല്ലാം ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ഇട്ട് കൊടുക്കുക. എത്രയും മോള് വേണോ ഇതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങക്ക് എത്ര മോള് വേണമെന്ന് നോക്കിയിട്ടായിട്ട് ഇട്ടിട്ട് കൊടുക്കണം. ഞങ്ങൾ ഇങ്ങനെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലുള്ള മുളെല്ലാം ഇട്ടിട്ട് കൊടുത്തിന്. എല്ലാം കറക്റ്റായിട്ടുണ്ടായി. അങ്ങനെ നമ്മളെ ചാറും റെഡി ആയിന്. ഇറച്ചിൻ്റെ ചാറും ഇനി ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ അതും റെഡി ആയിന്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഉസ്താദിന് പച്ചക്കറി വേണമെന്നില്ല, രാത്രിയിലേക്ക് പച്ചക്കറി വേണമല്ലേ. അങ്ങനെ വെണ്ടയ്ക്കായി ഉണ്ടായി, വെണ്ടയ്ക്കായി കറി വെക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കായി കറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വെള്ളുള്ളി ഇത് കറിച്ചപ്പന ഇതെല്ലാം എണ്ണയൊക്കെ ഇട്ടിട്ട് കാഞ്ഞിട്ട് വരുമ്പോൾ വെണ്ടയ്ക്കായി ആ എണ്ണയിൽ തന്നെ, വെള്ളമൊന്നും ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ല, എണ്ണയിൽ തന്നെ പച്ചമുളകും ഇത് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് തേങ്ങ ഇതെല്ലാം ഇട്ടിട്ട് എണ്ണയിൽ തന്നെ ചെള്ളിയിട്ട് എടുത്തത്. വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ തന്നെ എല്ലാം ആക്കിയത്. അങ്ങനെ അതെല്ലാം റെഡിയായി, പച്ചക്കറിയും റെഡിയായി. ഇനി ഇത് പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് പത്തലിനെല്ലാം അരച്ചിട്ടെടുത്ത് ഇതിനെല്ലാം പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതുക്കിയിട്ടെടുത്ത് പുതുക്കിയിട്ടെല്ലാം എടുത്തിട്ട് അതിന് പത്തൽ ചുട്ടിട്ടെടുക്കാം. അടുപ്പിൽ വെച്ചിട്ട് നല്ല കുറുകിയിട്ട് വന്നിട്ട് നല്ല റെഡിയായി മുളെല്ലാം പറ്റിയിട്ട്. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ്സാക്കാൻ മറക്കണ്ട. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടുവരാം. ബായ്, അസ്സലാമു അലൈക്കും.